ഇന്നത്തെ യാത്രയിൽ കോട്ടയ്ക്കലിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ആരെങ്കിലും കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കലിലാണ് ഈ ഹോട്ടൽ വരുന്നത്. നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് ആ ഫ്രണ്ട് ഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഏകദേശം ഒരു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ളൊരു കോർണറുണ്ട്. അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു വൈബുള്ളൊരു റെസ്റ്റോറൻ്റാണ്. കോട്ടയ്ക്കലിൽ മെയിൻ റോഡിൽ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ. അതേപോലെ തന്നെ വേറെയും ഒരു ഹോട്ടലുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. നല്ല അടിപൊളി ഫുഡാണ്. ലൈവായിട്ട് നമുക്ക് എന്താണോ അപ്പോൾ വേണ്ടത് അതൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിത്തരും. അപ്പോൾ ഇത് അവിടെ ഫ്രണ്ടിൽ തന്നെ സാമ്പിള് വെച്ചിട്ടുള്ളൊരു ഫുഡാണ്. ഇതൊക്കെ സലാഡ്, ഫിഷ് ഫ്രൈ, ഇതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടുത്തേത്. കുട്ടികൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പം നല്ല എരിവുള്ളത്, എരിവില്ലാത്തത് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഫുഡൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമുക്ക് യാത്രയിൽ ഏറ്റവും മോശമാകുന്നത് ഭക്ഷണമാണ്. അപ്പോൾ നല്ലൊരു ഹോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ഫുഡും കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് ഫിഷ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവർ പിക്കിള് നല്ല ടേസ്റ്റുള്ള അടിപൊളി പിക്കിളാണ്. ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റാണ്. അയക്കുറ ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പാകത്തിനുള്ള റൈസും പാകത്തിനുള്ള മസാലയും ഒക്കെയാണ്, കറക്റ്റ് ക്വാണ്ടിറ്റിയാണുള്ളത്. ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ മസാല കൂടുതലും റൈസ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള റൈസും കറക്റ്റ് മസാലയുള്ളൂ, ഓവറായിട്ടൊന്നുമില്ല. പിന്നെ ഇവരുടെ പിക്കിള് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് പിക്കിളിന്. ഇത് നമ്മുടെ ഹൈസമോളുടെ പ്ലേറ്റാണ്. കുട്ടികൾക്ക് ഇതുപോലത്തെ കിഡ്സ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഹൈസമോൾക്ക് മട്ടൻ പീസാക്കി വെച്ചതും ബിരിയാണിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഇളനീർ പായസമാണ്. നല്ല ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് കുടിക്കാനായിട്ട് തോന്നും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സ്വന്തം ഫലൂദ, നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കുന്ന ഫലൂദ നാഷൻ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപത്തെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ബീച്ചിൽ വന്നു. ബീച്ചിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് കിട്ടുന്ന ഒരു കടയുണ്ട്. ഒരുപാട് വലിയ കടയൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കടയാണ്. പിന്നെ നമുക്ക് ഉള്ളിലിരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല ഇവിടെ, പുറത്ത് വേണം ഇരിക്കാൻ. പുറത്ത് ഒരുപാട് ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കണം. ചില ആൾക്കാർ സ്ഥലമില്ലാത്തത് കൊണ്ട് നിന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ എവിടെയും കാണാത്തൊരു പ്രത്യേകതയാണ്. ഒന്ന് റേറ്റ് മാന്യമായ റേറ്റേ ഉള്ളൂ. ഇതിൽ ഒരു ശരിക്കും നല്ലൊരു പാത്രമാണിത്. ഇതിൽ നിറയെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ലോഡഡ് ഫ്രൈസും ഒക്കെ കഴിക്കാൻ പറ്റും. 130 മാത്രമേ ഉള്ളൂ. അപ്പം ഒന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 ആൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇത്രയധികം ക്വാണ്ടിറ്റി ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 4 എണ്ണം ഓർഡർ ചെയ്തു. എല്ലാവരും ബാക്കി വെച്ചു. പിന്നീടാണ് നമുക്ക് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയതിന് ശേഷമാണ് നമുക്ക് വീണ്ടും ഇത് കഴിച്ചാൽ മതിയായിരുന്നു, കുറച്ചും കൂടെ വേണം തോന്നി. അത്രയും ടേസ്റ്റാണ്. ചീസും മയോണീസും ഒക്കെ സ്പ്രെഡാക്കിയിട്ട് ചിക്കനൊക്കെ ആക്കിയിട്ട് ഉള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് എക്സ്പോ കാണാനായിട്ട് വന്നു. അപ്പോൾ എക്സ്പോ കാണാൻ ജങ്കാറിൽ പോകണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജങ്കാറിൽ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പം ജങ്കാറിൽ പോയി ഞങ്ങൾ എക്സ്പോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു പ്രതീക്ഷയോടെയാണ് സത്യത്തിൽ ഞാൻ എക്സ്പോയിലേക്ക് വന്നത്. ഞാൻ ഇവരുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരുപാട് സംഭവങ്ങൾ ആ വീഡിയോയിൽ ഞാൻ കണ്ടു. അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനായിരുന്നു. ആ ഒരു രീതിയിൽ വന്ന് നോക്കുമ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങ് തോന്നിയിട്ടില്ല. സാധാരണ നമ്മൾ നോർമലായിട്ട് എല്ലാം കാണുന്ന ഒരു എക്സ്പോ ഇല്ലേ, അതുപോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്.
പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡും, അങ്ങനെ സാധാരണ നമ്മൾ എല്ലാ എക്സ്പോയിലും വരുന്നത് പോലെയുള്ള എല്ലാ റൈഡും കാര്യങ്ങളും ഇവിടെയുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ്, സാധനങ്ങൾ വാങ്ങുന്ന ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ വന്നത് ഉച്ച സമയത്താണ്. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയമല്ല, ഏകദേശം ഒരു 2:45 കഴിഞ്ഞാൽ 3 മണി ആവാറായിട്ടുണ്ട്. പക്ഷേ അപാര വെയിലായിരുന്നു. എല്ലാവർക്കും നല്ല തലവേദന എടുക്കുന്ന രീതിയിൽ. ഇപ്പോഴത്തെ ഒരു വെയിൽ 5 മണി വരെയൊക്കെ നല്ല വെയിലുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ വെയിൽ കുറച്ചൊന്ന് മാറുന്നത് വരെ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ ജങ്കാറിൽ വരുമ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ കുത്തി നിറച്ചിട്ടാണ് ഓരോ ജങ്കാറിലേക്കും ഇങ്ങനെ 10 മിനിറ്റ് ഇടവിട്ട് ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ഇത്രയും അധികം ആൾക്കാർ വരണമെങ്കിൽ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടാവും. പക്ഷേ ഇവിടെ വന്നപ്പം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതിൽ ഉള്ളിലുള്ള കുറച്ച് പിക്ചറാണിത്. ഈ പിക്ചറിനെയാണ് അവർ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുന്ന രീതിയിലാണ് നമുക്കിത് കാണാൻ പറ്റിയിട്ടുള്ളത്. ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടപ്പോൾ ശരിക്കും ഒരു ഒറിജിനൽ ആയിട്ടുള്ളത് ഒരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ്, കണ്ണ് തള്ളിയിട്ടൊക്കെയാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷെ കണ്ടപ്പം ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പം അത്രയ്ക്ക് അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ളൊരു ബെനിഫിറ്റ്, നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടി, നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ ബീച്ചിൽ വന്നപ്പോൾ നമുക്ക് നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ പറ്റി. പിന്നെ ഫലൂദ നാഷണലിൽ പോയിട്ട് നല്ല ഫലൂദ കഴിക്കാൻ പറ്റി. അതൊക്കെ കുറച്ചൊരു ഇതായിട്ട് തോന്നി. പക്ഷേ ഇതെനിക്ക് അത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. വലിയൊരു കുഴപ്പമില്ല, ആർക്കും ഇത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച അത്ര ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പം അത്രയും വെയിലൊക്കെ കൊണ്ട് ജങ്കാറിൽ കയറിയിട്ട് റിസ്ക് എടുത്തിട്ട് ആയിരുന്നു നമ്മളന്ന് വന്നിട്ടുള്ളത്. അപ്പം വിചാരിച്ച അത്ര ഒരു ഇതില്ലാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ എക്സ്പോ നമ്മൾ കാണാൻ വരുമ്പം കുറച്ചൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എക്സ്പോ ഉണ്ട്. പിന്നെ ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പോ എല്ലായിടത്തും ഉണ്ടാവും. അതേപോലത്തെ ഒരു നോർമൽ എക്സ്പോ തന്നെയാണിത്. പിന്നെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ഈ ജങ്കാർ തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ട് നല്ല കാറ്റുമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ തന്നെ കുറേ സമയം ഇരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ബെസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.